നമസ്കാരം. മൈ അല്ലെങ്കിൽ വേണ്ട, മൈ ഡിയർ സതീശ, ഇ ജയരാജൻ എന്നൊരു വെല്ലുവിളി നടത്തി ഏറ്റെടുക്കാൻ നട്ടല്ലിന് ഉറപ്പുണ്ടോ? ഇന്ന് മറ്റൊരു കാര്യം ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ 15-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒരു വാർത്ത കാണാനിടയായി. അത് വി ഡി സതീശൻ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റേതാണ്. അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരുമായി ഇ ജയരാജന് ബിസിനസ് ഇടപാടെന്നാണ്. ആദ്യം വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടത്, വി ഡി സതീശനെ പോലെ ഒരു ബിസിനസ്മാൻ അല്ല ഞാൻ. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി കൊടുക്കുന്നു. വി ഡി സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്നാൽ ഞാൻ അപ്പോൾ ഒപ്പിട്ട് കൊടുക്കാം. എനിക്കെന്താണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി എഴുതി കൊടുക്കുന്നു. പിന്നെ എൻ്റെ ഭാര്യ ഒരു ബിസിനസ്സിലുമില്ല. അവരൊരു കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡറായിരുന്നേ ഉള്ളൂ. ഞാൻ കൈരളി ചാനലിൻ്റെ ഷെയർ ഹോൾഡറാണ്. അതാണ് എനിക്കുള്ള ഏക ഷെയർ. ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഭാര്യയുടെ പേരിലുള്ള എല്ലാ ബിസിനസ് പ്രോപ്പർട്ടിയും വി ഡി സതീശൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാം. ഒരു പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം. ഇപ്പോൾ ഈ കമ്പനികളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച് നെറ്റിൽ ഒന്ന് നോക്കിയാൽ അപ്പോൾ തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആര്, ഡയറക്ടർമാരാര്, വൈദികത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക. അത് നെറ്റിൽ എപ്പോഴും അടിച്ചാൽ കാണില്ലേ? ഓരോരുത്തരുടെയും ഷെയറിനെ സംബന്ധിച്ചും ഷെയർ വാല്യൂ സംബന്ധിച്ചും നെറ്റിലില്ലേ? എന്തിനാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യം പറയുന്നത്? വി ഡി സതീശനെ കുറിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട്. വി ഡി സതീശനെ കുറിച്ച് നിയമസഭയിൽ തന്നെ നിയമസഭാംഗമായി MLA ആയിട്ടുള്ള സഖാവ് അൻവർ ഒരു 150 കോടി മത്സ്യപ്പെട്ടിയിൽ പണം കടത്തിയ കാര്യം വിശദീകരിച്ചില്ലേ? ആ സഭയിൽ വി ഡി സതീശൻ ഉണ്ടായില്ലേ? വി ഡി സതീശനെ നിഷേധിക്കാൻ സാധിച്ചോ? ഒരു വാക്ക് പറഞ്ഞു. ഇനി നിയമസഭ ഒരു പരിരക്ഷ വേദി, അതുകൊണ്ട് അവിടെ പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അൻവർ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ? വി ഡി സതീശൻ എന്താ പ്രതികരിക്കാൻ കഴിയാത്തത്? അനധികൃതമായി 150 കോടി രൂപ കള്ളപ്പണം കൊണ്ടുവന്ന് ആ കള്ളപ്പണത്തിൻ്റെ മേലെ ഇരിക്കുന്ന നേതാവാണ് വി ഡി സതീശൻ. അത് കുറച്ചെന്തോ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡല കമ്മിറ്റികൾ കൊടുത്തു. ആ പാരമ്പര്യവും ശീലവുമല്ല എനിക്ക്. അതാദ്യം അദ്ദേഹം മനസ്സിലാക്കണം. ഞാനിപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. വീട് നിർമ്മാണവും വിദേശ ഫണ്ട് പിരിവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനപ്പുറവുമുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ആക്ഷേപം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വി ഡി സതീശൻ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം, വസ്തുതയുണ്ടോ? ഞാനുമായിട്ടൊരു ബന്ധം, ഒരു തരത്തിൽ പരിചയം ടെലിഫോണിൽ വരെ ഞാൻ ഇന്ന് വരെ സംസാരിക്കാത്ത ഒരാളാണ് അദ്ദേഹം. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്? സുധാകരൻ വിളിച്ച ആ വാക്ക് ഇവിടെ അൺപാർലമെന്ററി ആയതുകൊണ്ട് വിളിക്കല്ല. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് മൈ ഡിയർ സതീശ, ഈ രീതിയിലൊക്കെ ചില മാപ്രകളിലൂടെ എഴുതി പിടിപ്പിച്ചതിന് ശേഷം അത് പ്രചരിപ്പിച്ച് വ്യക്തികളെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുകമറയ്ക്കുള്ളിൽ നിർത്തണം. അതാണല്ലോ മാപ്രകളും ഞാനുമായിട്ടുള്ള കച്ചവടം. ഏറ്റവും വലിയ ഭൂലോക ഉടായ്പ്, അതായത് ഈ അടുത്ത കാലത്ത് കള്ളപ്പണത്തിന്റെ ആരോപണം വന്നു. നേരത്തെ വിദേശത്ത് പോയി ഫണ്ട് തട്ടിച്ച ആരോപണം ഉയർന്നിട്ടുണ്ട്. ഉയർന്നതല്ല, തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഈ അനുദിനം കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ഇങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ്. 5 വർഷം കൂടുമ്പോൾ 10 കോടി രൂപ അടുപ്പിച്ചുള്ള വർധനവൊക്കെ എങ്ങനെയാണ്?
ഒരു MLA മാത്രമായിരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പിന്നീട് നേരത്തെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള മണി ചെയിൻ തട്ടിപ്പിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെ അടിമുടി തട്ടിപ്പുകാരനായ ഒരു വ്യക്തി ബാക്കിയുള്ളവർക്കെതിരെ ചില മാപ്രകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കള്ളക്കഥകൾ മെനഞ്ഞതിന് ശേഷം അത് വസ്തുതയാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചതിനെയാണ് EP ജയരാജൻ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത്. പറഞ്ഞ ആരോപണം അത് തെളിയിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ എല്ലാം സതീശന്റെ പേരിൽ എഴുതി കൊടുക്കും. തന്റെ ഭാര്യയുടെ പേരിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്, ഓഹരി ഉണ്ടെന്ന് പറഞ്ഞതെല്ലാം സതീശന്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആരോപണങ്ങളല്ല, തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ആർക്ക് വേണം? സതീശന് വേണം. ഇവിടെ ഒരു പൊതു സ്ട്രാറ്റജി ഉണ്ടല്ലോ. ഇടതുപക്ഷ നേതാക്കന്മാർക്ക് നേരെ മാധ്യമങ്ങളിലൂടെ ചില കള്ളക്കഥകൾ മെനഞ്ഞു വിടുക, പിന്നീട് അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണ്. അതായത് ഞങ്ങൾ ഈ കഥ മെനയുന്ന ആൾക്കാരാണ്, കഥ മെനയുക മാത്രമേ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളൂ. അതിന്റെ തെളിവോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഫോളോ അപ്പിന് നമുക്ക് ഉത്തരവാദിത്തമില്ല. നാളെ തൊട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ വന്നതിന് ശേഷം നാട് നീളെ ഇതിങ്ങനെ പാടിക്കൊണ്ട് നടക്കും. നമ്മുടെ ആവശ്യം അവർക്കുണ്ടായിരിക്കുന്ന ജനപിന്തുണ നശിപ്പിക്കാനായിട്ടുള്ള കള്ളക്കഥകൾ മെനയുക, അതല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഭൂലോക ഉടായ്പാണെന്നും തന്നെക്കുറിച്ച് തന്നെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അടുത്ത കാലത്ത് അറിയാലോ, വിജിലൻസ് അന്വേഷണം നേരിടുന്നുണ്ട്. എന്തിനാണ്? അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ ഇദ്ദേഹം നടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഭവന നിർമ്മാണ പദ്ധതി എന്ന പേരിലെല്ലാം പലയിടങ്ങളിൽ നിന്ന് പിരിവെടുത്തതിന്റെ ഒന്നും കണക്കില്ലാത്തൊരവസ്ഥ. അങ്ങനെ അടിമുടി ഫണ്ട് വെട്ടിപ്പുകാരനായിട്ടുള്ള ആ സതീശൻ ബാക്കിയുള്ളവരെ എല്ലാം ആ രീതിയിലേക്ക് ചിത്രീകരിച്ചതിന് ശേഷം സ്വയം മഹാനാണെന്ന് ചമയാൻ ശ്രമിക്കുന്നതിനെയാണ് ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്തയെ സതീശനെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സതീശന്റെ പേരിൽ വന്ന വാർത്തയെ മുൻനിർത്തിക്കൊണ്ട് EP ജയരാജൻ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. താൻ ഉന്നയിച്ച ആരോപണത്തെ തെളിയിക്കാനുള്ള ബാധ്യത സതീശനുണ്ട്, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക്. കാര്യം സതീശനെ കുറിച്ച് ഈ പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ഒരു പൊതു അഭിപ്രായമുണ്ടല്ലോ, എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്നുള്ള കാര്യം. അടിമുടി ഉടായ്പാണ്. ഏത് കാര്യമെടുത്ത് പരിശോധിച്ചാലും കൃത്യമായിട്ടോ അല്ലെങ്കിൽ നേരെ വാ നേരെ പോ എന്നൊരു രീതി സതീശനില്ല. എല്ലാത്തിലും അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള പരിപാടികളാണ്. ആ തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ഇന്നിപ്പോ EP ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തുമ്പോൾ അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ, ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് സ്വയമെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ട് താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ക്രെഡിബിലിറ്റി ഉള്ളതാണെന്ന് ഈ സമൂഹത്തെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പിന്നെ ചെയ്യില്ലെന്നറിയാം. പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു നടക്കുക, പാടി നടക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, ഇത് മാത്രമാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയർ എടുത്ത് പരിശോധിച്ചാൽ എവിടെയാണ് നല്ലൊരു വ്യക്തിത്വമായി തോന്നിയിട്ടുള്ളത്? താരകപ്പെണ്ണാള് മുതൽ ബാക്കിയുള്ളവർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള വാചകങ്ങളും ഏറ്റവും ഒടുവിൽ സ്വന്തം പാർട്ടിയിലെ KPCC പ്രസിഡന്റ് പറയുകയാണ് ഈ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തന്റെയും കയ്യിലിരിപ്പാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് താൻ പറയുന്ന കാര്യങ്ങളെല്ലാം കഴമ്പുണ്ടെന്ന് തെളിയിക്കാൻ സതീശന് സ്വന്തം നിലയ്ക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം വളരെ ശക്തമായി ഉന്നയിക്കുന്നത്.